നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിലെല്ലാം കിടന്ന് വെന്ത വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ കുക്ക് ചെയ്യുക, സെർവ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ പ്രിപ്പറേഷനോട് കാണാം. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ്, അതായത് 1 കഷ്ണം പട്ട, കറയാമ്പൂ, ഏലക്ക, കുരുമുളക്, ഇത്രയും സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ആ ഒരു വെളിച്ചെണ്ണയോട് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തോട്ട് വരണം. ഫ്ലേവറെല്ലാം നന്നായിട്ട് പുറത്തോട്ട് വന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഏലക്കയുടെയും പട്ടയുടെയൊക്കെ. ഈ സമയത്ത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞതും സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒരുപാട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു എണ്ണയിൽ ഒന്ന് ഫ്രൈ ആയാൽ മതി. 2 മീഡിയം സൈസ് സവാളയും സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സവാളയും വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റൂ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു അട്രാക്ഷനും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിഞ്ഞത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറി വേപ്പിലയും കൂടി നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ വെജിറ്റബിൾസ്, ബീൻസ് 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ബീൻസ് അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. 1 വലിയ ക്യാരറ്റ്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ ആയിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ ബ്രോക്കോളിയോ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കണം. അതിനായിട്ട് ഞാൻ 1 വലിയ തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് 1ാം പാല് 2ാം പാല് അങ്ങനെ 2ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പാല് 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചത്. ഇതിൽ 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ പാലെടുത്തതാണ്, കാരണം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു ഇതിലാണ് വേകുന്നത്. 1 ടേബിൾ സ്പൂണോളം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ സ്റ്റൂവിന് ചെറുതായിട്ടൊരു കുറുകൽ കിട്ടാൻ വേണ്ടി. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് വേകുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് 1 പിഞ്ച് ഗരം മസാലയും കൂടി നമുക്ക്, അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി നമുക്ക് വേവിക്കാം. 15 മിനിറ്റോളം നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ഇവിടെ നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ട് വെന്തു. അപ്പോൾ ഞാൻ കുക്കറിലൊന്നും അടിച്ചതേ ഇല്ല. കുക്കറിൽ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ തലപ്പാലും കൂടി നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് ചൂട് കയറ്റിയെടുത്താൽ മാത്രം മതി. അത് ഇളക്കി തന്നെ നന്നായിട്ട് ചൂടാക്കുക, കാരണം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിലെല്ലാം കിടന്ന് വെന്ത വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ഞാനിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. അപ്പോൾ നെയ്യിൽ വറുത്ത കശുവണ്ടിയും ആ ഒരു മുന്തിരിയും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്താണ് ഞാനിത് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു കാണും, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ വേറെ ഒറ്റ പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കാരണം വെജിറ്റബിൾസിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല. ഈ ഒരു വേവിൽ ആ ഒരു സെയിം ഷേപ്പിൽ തന്നെയൊക്കെ എടുത്ത് വെച്ചിരിക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ് കാണാനായിട്ട്. അപ്പോൾ ഈ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.
പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അപ്പോൾ ബൈ.